ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏത്തക്കായുടെ തൊലി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ഓണത്തിനൊക്കെ വിളമ്പാൻ പറ്റിയൊരു വിഭവമാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ എല്ലാം അപ്ഡേറ്റ്സ് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 7 ഏത്തക്കയുടെ തൊലിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അരിഞ്ഞു വെച്ചതിന് ശേഷം ഉടനെ തന്നെ തോരൻ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വെള്ളത്തിലിട്ട് വെക്കാനും മറക്കരുത്, കാരണം ഇത് വാടിപ്പോകാൻ സാധ്യതയുണ്ട്. ഞാനിതിപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. വേറെ പൊടികളൊന്നും നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നില്ല. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പ്രഷർ കുക്കറിൽ 2 വിസിൽ കേൾക്കുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊന്ന് ചതച്ചെടുക്കാം. അതിനായിട്ടൊരു മിക്സറിലേക്ക് 1 കപ്പ് തേങ്ങയും 1 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 7 അല്ലി വെളുത്തുള്ളിയും 3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 3 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതിയാവും. ഞാനിതിപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും 3 വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കായത്തോലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. 2 മിനിറ്റ് കൂടി നമ്മളിതൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ കായത്തൊലി കൊണ്ടിട്ടുള്ള അടിപൊളി തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു തോരനാണിത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.